നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ആകെപ്പാടെ വിഷമിച്ച് വിമലയുടെ അടുത്ത് നിൽക്കുകയാണ് ശ്രുതി. കാരണം ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു വയ്യായിക വരുമെന്ന് ശ്രുതി ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുവാണ്. ആദ്യം കൂടെയുണ്ട്. ആ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടർ വന്നിട്ട് ശ്രുതിയോട് ചാരാന്ന് ചോദിക്കുക. ഞാൻ മോളാന്ന് പറയണേ. അതെ, എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. ഉം. അത് കേട്ടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു മൈൽഡ് അറ്റാക്ക് വന്നെന്ന് സംശയം ഉണ്ടെന്ന് പറയണം. കുറച്ച് ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാണ്ട്, അതിനുശേഷം മാത്രമേ കൺഫേം ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിക്ക് നല്ല ടെൻഷനായി. ശ്രുതി പറഞ്ഞു, ഡോക്ടറെ അത് പിന്നെ അല്ല, അമ്മയ്ക്ക് ടെൻഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നേ. അതുകൊണ്ടൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അതിനെയും കൂടെ ഫലം കൂടെ വരട്ടെ എന്നൊക്കെ ശ്രുതിയോട് പറഞ്ഞു. പിന്നെ എപ്പോഴും അമ്മയുടെ അടുത്ത് ഒരാൾ വേണമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ മോളാന്നല്ലേ പറഞ്ഞേ, അപ്പൊ നിങ്ങളോട് നിൽക്കാൻ പറയാണ്. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ, ഞാൻ ഇവിടെയല്ല, കുറച്ച് ദൂരെ ജോലി ചെയ്യുന്നതെന്ന് പറയണം. എത്ര ദൂരെയാന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് വയ്യെങ്കിൽ പിന്നെ വന്ന് നിന്നല്ലേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം, തീരെ വയ്യാത്ത സമയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയം ശ്രുതി വിമലോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷന്? അമ്മയുടെ ടെൻഷന് കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിമല പറഞ്ഞു, എനിക്ക് അറിയില്ല മോളെ, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷനാണ് കൂടുതലും. നിന്റെ ജീവിതം എങ്ങനെയായി തീരും, കാരണം ആഗ്രഹിച്ച ജീവിതത്തിന്റെ പിന്നാലെ പോയതല്ലേ നീ. ഒടുവിൽ ആ ജീവിതം എങ്ങനെ തകർന്നു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഉള്ള സത്യങ്ങളൊക്കെ ശ്രുതിയുടെ വീട്ടുകാരറിയുമോന്ന്, അതൊക്കെ ഓർത്തുമ്പോൾ നല്ല ടെൻഷൻ. അതോടൊപ്പം തന്നെ ആദിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യക്ക് ഇനി ആരായിരിക്കും ഉള്ളതെന്ന് ഓർത്തിട്ട് അത് വലിയൊരു വിഷമം തന്നെയാ. അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അമ്മയുടെ ഈ ടെൻഷൻ ഉണ്ടല്ലോ, അതാ എല്ലാത്തിനും കാരണം. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തിനും ഏതിനും പരിഹാരം ഉണ്ടാക്കാന്ന് ശ്രുതി പറഞ്ഞു. പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, ആരെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് വേണം. ആരെങ്കിലും നിന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇവിടെ തനിക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്താ ചെയ്യണ്ടേ? ശ്രുതി ഇങ്ങനെ തല പോകഞ്ഞ് ആലോചിച്ചു. ഇതേ സമയം സച്ചി ഒരു ഓട്ടം പോവാണ്. അപ്പൊ സച്ചിയുടെ കാറിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പൊ ചെറുപ്പക്കാരനോട് സച്ചി വെച്ച് എവിടെ പോയി ഇറങ്ങണ്ടേന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, ഒരു കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ജോലി ഉണ്ടോന്നൊക്കെ ചോദിച്ചു പറഞ്ഞു, ഒരു IT കമ്പനി ജോലി ചെയ്യുക. പിന്നീട് സച്ചിയോട് അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു പെണ്ണ് കാണാൻ പോവാന്ന് പറയണ. പെണ്ണ് കാണാനോ? ഒറ്റയ്ക്കോ? അതെ, ഒന്ന് പോയി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടുകാരെയൊക്കെ കൂട്ടി പോവാന്ന് കരുതിയെന്ന് പറയണ. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ആഹാ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറയണം. ഒരു കുറച്ച് സമയം മുമ്പേ വേണമെങ്കിൽ എത്തിക്കാം, കാരണം ചക്ക നല്ല പഞ്ച്വാലിറ്റി ഉള്ള ആളാണ്, അവരൊക്കെ അറിഞ്ഞോട്ടെ. അങ്ങനെയാണ് നല്ല കാര്യമല്ലേന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, അല്ല സാറിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് സച്ചിയോട് ചോദിച്ചു. എന്റെ കല്യാണം കഴിഞ്ഞ. എങ്ങനെയുണ്ട് സാറേ കല്യാണത്തെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് അയാൾ സച്ചിയോട് പറയണ ചെറുപ്പക്കാരൻ. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല, കല്യാണത്തെക്കുറിച്ച് ഓർത്തിട്ടെ പലരും പല അഭിപ്രായം പറയുന്നേ. എനിക്ക് കിട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാ. അല്ല, സാറിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, സാറിന്റെ അനുഭവം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എനിക്ക് നല്ല അനുഭവം തന്നെയാന്ന് പറയണേ. എന്റെ ഭാര്യ നല്ലവളാന്ന് പറയണ. ആണോ? സാറിന്റെ ഭാഗ്യം. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാര്യ തന്നെ നിനക്ക് കിട്ടട്ടെ, മഹാലക്ഷ്മിയെ പോലെ ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറയണം. അപ്പത്തേക്കും അയാൾ പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, മഹാലക്ഷ്മിയാണോ പ്രേതമാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സച്ചി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അല്ല, സാറിന്റെ ഭാര്യ മഹാലക്ഷ്മിയെ പോലുള്ള ആണോ? സച്ചി പറഞ്ഞു, എന്റെ ഭാര്യ രണ്ടും കൂടി ചേർന്നാണ്. ചില സമയം മഹാലക്ഷ്മി, ചില സമയം അവള് പ്രേതമാന്ന് പറയണ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? അതെ, ഒരു നാണയം എടുത്ത് അതിന്റെ രണ്ടു വശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാ. ചില സമയത്ത് അവൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, അവൾ മഹാലക്ഷ്മി ആയിട്ടിരിക്കും. പക്ഷെ ചില സമയത്തുണ്ടല്ലോ, ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവളൊരു ഭ്രാന്തിയെ പോലെ കടന്ന് തുള്ളൂന്ന് പറയാണ്. ഇതെല്ലാം കേട്ടിഞ്ഞപ്പത്തേനും അയാൾക്കൊരു പേടിയെ. അയ്യോ സാർ, അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കണോ? സച്ചി പറഞ്ഞു, കല്യാണം കഴിക്കാതിരുന്നിട്ട് എന്ത് കാര്യം? നമ്മൾ പുറമേ നിന്ന് കാഴ്ച കാണുന്ന പോലെ അല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാട്ടിനകത്ത് പോയി മൃഗങ്ങളെയൊക്കെ കാണാനും ഒക്കെ ഭയങ്കര താല്പര്യമുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുണ്ട്. പക്ഷെ കാട്ടിനകത്ത് കയറിയിട്ടുണ്ട് മൃഗങ്ങൾ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ അവിടെ പോയി അവിടെയൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഇത്ര റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലേ ഇത് ഇത്ര റിസ്ക് എടുത്താലോ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാന്നൊക്കെ അറിയണ്ടേ. കല്യാണം കഴിച്ചോളാനൊക്കെ പറയണ. അയാൾക്ക് ആകപ്പാടെ കൺഫ്യൂഷനായി, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് സച്ചി പെട്ടെന്ന് കാറ് ബ്രേക്ക് ഇട്ടെ എതിരെ വന്ന സ്കൂട്ടിയിലേക്ക് ഇടിക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് സച്ചി ഞെട്ടിപ്പോയി, കാരണം ഇടിച്ചില്ലാതെ പറ്റില്ല, ഇങ്ങനെ നിൽക്കുവാണ്.
ആ സ്കൂട്ടി വേറെ ആരുടെ ആയിരുന്നില്ല, അത് രേവതിയുടെ ആയിരുന്നു. രേവതി ചോദിച്ചിട്ട് കണ്ണ് കണ്ടുകൂടെ എനിക്കൊന്ന് ചോദിച്ചോട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും സച്ചിയോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അയ്യോ പ്രശ്നമായെന്ന് തോന്നില്ല എന്ന് പറയണം. അത് പേടിക്കണ്ടോന്ന് കാര്യമൊന്നുമില്ല, ഒരു ലൂസ് പെണ്ണാന്ന് പറയാണ്. അതും പറഞ്ഞ് സച്ചി പെട്ടെന്ന് ചാടി ഇറങ്ങി. അപ്പോഴേക്കും സച്ചിയോട് ചോദിച്ചു, ഇതെന്താ നിനക്ക് കണ്ണ് കാണത്തില്ലെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, നിന്റെ മുഖത്ത് എന്താ കണ്ണില്ലായിരുന്നോ? ഇത് കണ്ടോ, എന്റെ കാറിന് ഇത് കണ്ടോ, സ്ക്രാച്ച് വീണ കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എന്റെ സ്കൂട്ടിക്ക് സ്ക്രാച്ച് വീണ കണ്ടോ? ആ സച്ചി പറഞ്ഞു, പിന്നെ ഇതെന്റെ ഭാര്യയെ കഷ്ടപ്പെട്ട് വാങ്ങി തന്ന കാറാ. രേവതി പറഞ്ഞു, ഇതെന്റെ ഭർത്താവേ നല്ല അധ്വാനിച്ച് പൈസ കൊണ്ടുണ്ടാക്കിയ വാങ്ങി തന്ന സ്കൂട്ടിയാന്ന് പറയണേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരാട്ടം നടത്തുവാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അതെങ്ങനെയാ, നിന്റെ ഭർത്താവ് ശരിയല്ലാത്തോണ്ടാ നീ ഇങ്ങനെ കിടന്ന് ചാടുന്നെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒന്നും ചോദിക്കാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നതെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഒരു ട്രാഫിക് പോലീസുകാരൻ എന്നോട് വരുന്നത്. അയാൾ അവിടെ നിർത്തി, എന്താ അവിടെ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണം. ആ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ ഇതിങ്ങോട്ട് നോക്ക് സാറേ, ഈ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ നോക്കി തുടങ്ങിയെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ആഹാ കൊള്ളാലോ, എടാ നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഈ പാവം പിടിച്ച പെണ്ണിന്റെ മേത്തേക്ക് നീ കൊണ്ട് വണ്ടി കയറ്റാൻ തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് ഫൈൻ അടിച്ചിട്ട് പോയാൽ മതി, ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എന്താ സാറേ, സാർ എന്ത് വർത്താനാ പറയണേ? ആ ഫൈൻ കെട്ടണമെന്ന്, എന്തിന് ഫൈൻ കെട്ടണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞോ? എനിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് സാറിനോട് പറഞ്ഞോ? പിന്നെ സാർ എന്തെങ്കിലും ഇതിനകത്ത് ഇടപെട്ടേന്നൊക്കെ ചോദിച്ചു. അല്ല അത് പിന്നെ പെങ്ങളെ, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പം സംസാരിച്ച കണ്ട ഉടനെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് കരുതിയോ? അപ്പോഴേക്കും അയാൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് സച്ചിനെ രേവതിയെ. സച്ചിവർ, സാറേ ഇതെന്റെ ഭാര്യയാന്ന് പറയാണ്. ഭാര്യയോ? അതെ എന്റെ ഭാര്യയാന്ന് പറയാണ്. എടാ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്ന നാട് റോട്ടിലാണോ? എടുത്തോണ്ട് പോടാ വണ്ടി എന്നൊക്കെ പറയണം. പിന്നീട് അയാൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വണ്ടിക്കകത്തിനും ചെറുപ്പക്കാരൻ ചോദിച്ചു, ചേട്ടാ ഇത് ചേട്ടന്റെ ഭാര്യയാണെന്ന് ചോദിക്കണം. അതെ, അപ്പൊ ഇവരെ കുറിച്ചാണോ ചേട്ടൻ പറഞ്ഞത്? ചില സമയത്ത് മഹാലക്ഷ്മി ഒന്നും ചില സമയത്ത് പ്രാന്തിയെ പോലെ കിടന്ന് തുള്ളൂന്നൊക്കെ പറഞ്ഞേ. ഇത് കേട്ടപ്പോ രേവതി ഒരു അന്താളിപ്പോട് ഒരു സച്ചിയെ നോക്കണം. സച്ചി ഓർത്ത്, ദൈവമേ പെട്ടു. അപ്പോഴേക്കും രേവതി ചോദിച്ചു, എന്താ പറഞ്ഞേ? സച്ചിൻ എന്നെ കുറിച്ച് എന്തൊക്കെയാ ഇവിടെ പറഞ്ഞു കൊടുത്തേക്കണെന്ന് ചോദിച്ചു. ഒന്നുമില്ല രേവതി, കാണിച്ചു തരാൻ വീട്ടിലേക്ക് വരാനൊക്കെ പറയാണ്. ആ സമയത്ത് സച്ചിക്ക് ഭയങ്കര ടെൻഷൻ. രേവതി വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടാ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. എന്റെ ചേട്ടാ, എന്നാലും ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നല്ലേന്ന് ചോദിക്കുക. എടാ നീ പെണ്ണ് നോക്കാനായിട്ട് പോവല്ലേ, ഉറപ്പായിട്ടും നിന്റെ കല്യാണം നടക്കണം, നീ കെട്ടണം, എന്നാലോ നീയൊക്കെ പഠിക്കോളെന്ന് പറഞ്ഞിട്ട് സച്ചി കാറെടുത്തു. അതേ സമയത്ത് ഹോസ്പിറ്റലില് നേഴ്സ് വന്ന് ബിപിയും കാര്യങ്ങളൊക്കെ വിമലയുടെ നോക്കുവാണ്. അങ്ങനെ നോക്കണ സമയത്ത് ശ്രുതി ചോദിച്ചു, അല്ല ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കണേ. ഒന്നും പറഞ്ഞില്ല, റിപ്പോർട്ട് ഇനിയൊന്നും വന്നിട്ടില്ല എന്ന് പറയണ. അല്ല എന്തുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അത് പിന്നെ വയസ്സൊക്കെ ആയി വരുമല്ലേ, വയസ്സും പ്രായമായി വരുമല്ലേ, അതിന്റെ പിന്നെ കൂടുതൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാന്ന് പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാൾ നോക്കാനായിട്ട് വേണം എപ്പോഴും. ഇനിയിപ്പം ഏത് സമയത്ത് എങ്ങനെ ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ബോധം കെട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ പിടിക്കും ബോധം തെളിയാനായിട്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷനായി. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ മകളല്ലേ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. അതെ, എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, ഞാൻ കുറച്ച് ദൂരെ ജോലി ചെയ്യുന്നേ, പിന്നെ മോനും അമ്മയും മാത്രമേ ഉള്ളൂ. അല്ല സിസ്റ്ററുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എങ്ങനെ നിന്നൊന്ന് നോക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആ നേഴ്സ് പറഞ്ഞു, എൻ്റെ പരിചയത്തിൽ ആരുമില്ല. ശ്രുതി പറഞ്ഞു, കൃത്യസമയത്ത് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം, അമ്മയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ നേഴ്സ് പറഞ്ഞു, അതെ എൻ്റെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാ, അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തു കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. അത് മതി, ഒരു കാര്യം ചെയ്യാം, നേഴ്സിന്റെ പേയ്മെന്റ് എത്രയാന്ന് പറഞ്ഞാൽ മതി, പൈസയൊക്കെ ഞാൻ തന്നോളാന്ന് പറയണം. അതൊന്നും സാരമില്ല, കൃത്യസമയത്ത് മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം എടുത്തു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി കാര്യങ്ങളൊക്കെ കേൾക്കുവാണ്. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അമ്മേ സമയം കുറേയായി, ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ടാ ചെന്നേ, ഇന്ന് എനിക്ക് ലേറ്റ് ആയിട്ട് ചെല്ലാൻ പറ്റില്ല, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. വിമല പറഞ്ഞു, നീ പോയിക്കോ. അപ്പോഴേക്കും ആദ്യം പറഞ്ഞു, അമ്മേ എനിക്ക് നല്ല പേടിയുണ്ട്, മോൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക, എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത്, അറിയാലോ, പിന്നെ സിസ്റ്റർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നൊക്കെ പറയണ. അങ്ങനെയെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതേ സമയത്ത് ശ്രുതി ഷോപ്പിലാണ്. ഒരു ക്ലയന്റിനെ ഒക്കെ നോക്കിയിട്ട് ശ്രുതി ഓർത്തിട്ട് ഇവരെയായിട്ട് ശ്രുതി വിളിച്ചില്ലോ എന്നൊക്കെ കേട്ട് ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതെ ഞാനിപ്പോൾ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമായിരുന്നു, ഇത് എവിടെ പോയിക്കോ ശ്രുതി, രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നിന്നെ കണ്ടുപോലും ഇല്ലോ, നീ ഇത് എങ്ങോട്ട് പോയതാ? അതെ അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല നീ ഇതിപ്പോ എവിടെയാന്ന് ചോദിക്കണം. ഞാൻ കുറച്ച് ദൂരെയാന്ന് പറയണ. അല്ല എപ്പോഴാ നീ വരുന്നേ? ഞാൻ വരും. അതെ ഇവിടെ കടയിൽ നല്ല തിരക്കൊക്കെ ഉള്ള സമയമാണ്, നീ ഇങ്ങോട്ടേക്ക് വരണം, ഇവിടുത്തെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേന്ന് ചോദിച്ചു.
പിന്നീട് തന്നെ ഉള്ളോന്ന് ചോദിക്കുക. അല്ല, എൻ്റെ കൂടെ മീര ഉണ്ടെന്ന് പറയണം. മീരയുടെ കൂടെ ഒരു ജോലിക്കാര്യത്തിനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം. ആ സമയത്താണ് മീര ഷോപ്പിലേക്ക് വരുന്നത്. മീര അങ്ങോട്ടേക്ക് വരുന്ന ശ്രുതി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോൾ മീര അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, അല്ല നീ ആരുടെ കൂടെയാന്ന് പറഞ്ഞേ? മീരയുടെ കൂടെ എന്ന് പറഞ്ഞു. ശരി, ഞാൻ വെക്കുവാന്ന് പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്തു. ആ സമയത്ത് ശ്രുതി ഒരു ഞെട്ടലോട് കൂടിയിട്ട് മീരയെ നോക്കുകയാണ്. അപ്പോഴേക്കും മീരയുടെ ഫോണിലേക്ക് ശ്രുതി വിളിച്ചു. ഇനിയിപ്പോൾ എങ്ങാനും പെട്ടുപഴിച്ച മീര എങ്ങാനും ഷോപ്പിൽ ചെന്നാലോ എന്ന് ഓർത്തിട്ടാണ് ശ്രുതി ഫോൺ വിളിക്കുന്നത്. അങ്ങനെ മീരയോട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇപ്പം എന്നെ ശ്രുതി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വയ്യാതെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നുള്ളൂ. നിന്നെ എങ്ങാനും ശ്രുതി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണം, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒന്നും മിണ്ടിയില്ല മീര. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, നീ എന്താടി ഇന്നും മിണ്ടാത്തെ? ഞാൻ നിന്റെ ഷോപ്പിലാന്ന് പറയണം. ഷോപ്പിലോ? നിന്നോട് ആടി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞേ? നിന്നെ കാണാൻ വേണ്ടി വന്നാ. ദേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിന്നെ കണ്ടോന്ന് ചോദിക്കുവാണ് ശ്രുതി. ദേ അവൻ എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറയണം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ആ പടം ഞെട്ടലായി. നീ എന്തെങ്കിലും ഒരു കള്ളത്തരം പറയാൻ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അപ്പം അതൊക്കെ അവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാൻ തുടങ്ങിയപ്പോഴത്തേനും മീരയെ ശ്രുതി വിളിച്ചു. അവിടെ നിൽക്കാൻ പറയണം. ദൈവമേ, പെട്ടല്ലോ ഭഗവാനെ. അങ്ങനെ ശ്രുതി പിന്നാലെ അങ്ങോട്ട് വന്നു. അല്ല എവിടെ ശ്രുതി എവിടെയെന്ന് ചോദിച്ചു. ശ്രുതി അത് പിന്നെ ശ്രുതി അവിടെയുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോന്നെന്ന് പറയണേ. എവിടെയുണ്ട്? അത് പിന്നെ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വെപ്രാളപ്പെടുവാണ്. അതെ, എൻ്റെ ഓഫീസിൽ നിന്ന് അർജൻറ്റ് കോൾ വന്നു, അതുകൊണ്ട് ഞാൻ പോവാനായിട്ട് ഒരുങ്ങിയതെന്ന് പറയണേ. അതൊക്കെ ആയിക്കോട്ടെ, പോയിക്കോ. പക്ഷേ ഈ 10 സെക്കൻഡും കൊണ്ട് ഇതെവിടെ പോയി ശ്രുതിന്ന് ചോദിക്കണേ. ഇപ്പം ഞാൻ അവളെ ഫോൺ വിളിച്ച് വെച്ചോളൂ. അപ്പോഴേക്കും നിന്റെ കൂടെ അവളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീര പറഞ്ഞു, എൻ്റെ കൂടെ ഇല്ല, ചിലപ്പം വേറെ മീരയായിരിക്കും, അവളുടെ ബ്യൂട്ടി പാർലർ ജോലി ചെയ്യുന്ന മീരയുടെ കൂടെ പോയെന്നുള്ള കാര്യമായിരിക്കും പറഞ്ഞതെന്നൊക്കെ പറയണേ. എനിക്ക് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മീര പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒഴിവാകുവാണ്. ശ്രുതിയുടെ മനസ്സിൽ സംശയങ്ങളായി. എന്തുകൊണ്ടായിരിക്കും കള്ളത്തരം പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയോ താൻ അറിയാൻ നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.